ശ്രീകൃഷ്ണൻ്റെ ആദ്യമോനെന്ന് വേഷം കെട്ടുക, കണ്ണൻ്റെ ഒരു വേഷം കെട്ടുക എന്നുള്ളത്. എനിക്ക് അതിനും വേണ്ടിയിട്ട് കിരീടവും കാര്യങ്ങളും കയ്യുമ്മ കെട്ടുന്ന മറ്റേ ആഭരണങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ചെയ്യാൻ കെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ അവരെ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്കൊല്ലം എന്തായാലും ആദ്യമോനെ വേഷം കെട്ടാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മളിങ്ങനെ കോട്ടയ്ക്കിൽ നടനം എന്നൊരു ഷോപ്പ് തിരഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് നൂപുരാണ് ഷോപ്പ് തന്നെ കേട്ടോ. അത് ഇതേമാതിരി കോസ്റ്റ്യൂം ക്ഷേത്രം അങ്ങനെ എല്ലാത്തിൻ്റെ ഐറ്റംസൊക്കെ കൂടി ഉള്ള കേട്ടോ. നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് ചെറിയ 1-2 ഐറ്റംസേ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ആദ്യമോൻ അരപ്പട്ടയും പിന്നെ കയ്യമ്മ കെട്ടാനുള്ളതും കിരീടവും മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. കിരീടം ഒരു മൈപ്പിലേക്ക് വെച്ചെന്ന് സെറ്റാക്കി തന്നായിരുന്നു കേട്ടോ. ഒരു എന്താ വെച്ചാൽ നമുക്കത് കുട്ടികൾ കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ഇവരെ വേഷം കെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കേട്ടോ. അന്ന് വേഷം കെട്ടാനും ഇതൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഓരോരോ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ വെച്ചാൽ കഴിഞ്ഞ വർഷം വാങ്ങിയതാട്ടെ ഈ പട്ടും പിന്നെ അതേമാതിരി മഞ്ഞപ്പട്ടും ഈ കാവിപ്പട്ടും ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ച സാധനം തന്നെ കേട്ടോ. അതായത് 2 കുട്ടികൾക്ക് എന്നുള്ള ലെവൽ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഏതായാലും ഓനെ കൊണ്ട് തന്നെ ഉപയോഗിക്കുക, കഴിഞ്ഞതിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വിഷം എന്തായാലും ഞങ്ങൾ ഉഷാറാക്കി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ബെറ്ററായിട്ട് ഇക്കൊല്ലം ചെയ്യുക എന്നുള്ള നിലയ്ക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ ഈ മുണ്ടൊന്നുമില്ല കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഈ ഫാൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഇതേമാരത്തെ. അപ്പോൾ തൊട്ട് ഞങ്ങളെ കണ്ണ റെഡിയായി, ഞങ്ങളിതാ പോവാനുള്ള പരിപാടിയാട്ടാ ശ്രീകൃഷ്ണേന്തി ആയിട്ട്. അപ്പോൾ ഇന്ന് കണ്ണനെ ഒരുക്കി സെറ്റാക്കിയിട്ടാ. അപ്പോൾ ഇതാ കണ്ണൻ നല്ല കുസൃതി കണ്ണനാണ്, കച്ചറയാണ്. അപ്പോൾ ഇതാ പോവാനുള്ള പരിപാടിക്ക് കേട്ടോ. ഇനി എല്ലാവരും ഉണ്ട് അവിടെ, എല്ലാവരും റെഡി ആയിക്കണ്. അത് നമ്മളെ ശോഭയാത്ര തുടങ്ങേണ്ടത് ചിട്ടയങ്ങളായിരുന്നു കേട്ടോ. ചിട്ടയങ്ങളായിരുന്നു തുടങ്ങിയിട്ട് നമ്മുടെ പെരുമണ്ണ അമ്പലത്തിൻ്റെ വഴി പോയിട്ട് നേരെ മുണ്ടിയനിറയ്ക്കാണ് ചെന്ന് ചാടേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം പോലെ സെറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നല്ല കണ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കണ്ണനും വെച്ചാണ് ഞങ്ങളിഞ്ഞ് പോവാട്ടെ. ഇനി നമുക്ക് ചിട്ടയങ്ങളർ അങ്ങാടിയിൽ നിന്ന് നമ്മുടെ ചിറക്കിൽ ഓട്ടിൽപ്പുറ റോട്ടിലാണ് അവർ ഇതേമാതിരി എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അവിടെ നിന്നാണ് പിന്നെ മേക്കപ്പൊക്കെ ചെയ്യേണ്ടത്. അവിടുത്തെ വേളക്കാട്ടിൽ കുഞ്ഞുട്ടേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 വീട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് നമ്മുടെ സൂര്യേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ട് ഭക്ഷണവും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിന്. അങ്ങനെ കുറേ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ വേഷം നല്ല ഉഷാറാക്കി കണ്ണനൊക്കെ ആക്കി നല്ല കണ്ണനിൻ്റെ ആദ്യം കോപ്പിയൊക്കെ ആക്കി ഒരുക്കി വെച്ചിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമോന് മാത്രം പിന്നെ എല്ലാവരുടെ കൂട്ടത്തിലും ഇപ്പോൾ പിന്നെ പറ്റണില്ല കേട്ടോ. അതൊരു കച്ചറായി വരുന്നുണ്ട് കേട്ടോ. ആ സമയം എന്താ വെച്ചാൽ മറ്റുള്ള ചെറുപ്പത്തിലൊക്കെ തന്നെ ആദ്യം ഫസ്റ്റ് വേഷം കിട്ടിയ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു, ഇഷ്ടമായിരുന്നു കേട്ടോ. കുട്ടികളപ്പോൾ ആഘോഷിക്കാനും എല്ലാത്തിനും ഭയങ്കര ഓടി കളിക്കാനും എല്ലാത്തിനും ഭയങ്കര രസമുള്ളൊരു കണ്ണനായിരുന്നു കേട്ടോ കഴിഞ്ഞ ഇതിലൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ തോളത്തുനിന്ന് താഴത്തേക്ക് ഇറക്കാൻ അയക്കാത്ത കോലത്തിലായിരുന്നു കച്ചറട്ട. വയസ്സ് കൂടുന്തോറും കച്ചറ കൂടെയാണ്. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു, പക്ഷെ എന്നാലും കച്ചറ കൂടെ ഓരോപ്പം നിൽക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഓൻ്റെ മാമനും മാമിയും വന്നു, ഓരോന്ന് ബൈക്കുമ്പോൾ വന്നാട്ടാ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലോട്ട് കിട്ടുക. നമ്മുടെ ആപ്പയിലിരുന്ന് സെറ്റ് ചെയ്തിരുന്നത് ആലിലിൻ്റെ മുകളിൽ കൃഷ്ണൻ ഇരിക്കുന്ന ഒരു ഫ്ലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെന്താ വെച്ചാൽ അതിൽ വലിയ കുട്ടീനെ, ചെറിയ കുട്ടികളൊന്നും അതിൽ ഇരുത്താൻ കഴിയില്ല. കാരണം കുറച്ചൊരു പക്വതയുള്ള കുട്ടികളെ അതിൽ ഇരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ ആദ്യം എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഗോപികമാരും രാധമാരും എല്ലാവരും സെറ്റായി വന്നിട്ട് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനകത്ത് നേരമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇറങ്ങോട്ടെ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ശോഭയാത്ര ഇറങ്ങാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പ് തന്നെ കേട്ടോ. എന്താ വെച്ചാൽ അതിലിടയ്ക്ക് ഇപ്പോൾ ആദ്യമോന് കൊടുത്തതിന് ആ മാല കേട്ടോ. മാല എന്താ വെച്ചാൽ ഓന പ്ലാസ്റ്റിക് ടൈപ്പ് മാല ആയത് കാരണം അവന് ചൂടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവനെ ഇട്ടിട്ടില്ല കേട്ടോ. ആ മാല വിട്ടില്ല, അവൻ നേരെ എൻ്റെ കഴുത്തിലിട്ടെന്ന് കണ്ട റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. വണ്ടിയിൽ നമ്മുടെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡി. എൻ്റെ ബാബുവേട്ടനായിരുന്നു കേട്ടോ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഓടിച്ചിരുന്നതും. അങ്ങനെ നമ്മുടെ ശോഭയാത്ര കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടോ. എല്ലാവരും എത്തിയിരുന്നു കേട്ടോ. എല്ലാവരും എത്തി, പക്ഷേ മെയിൻ രാധയും കണ്ണനും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്കത്തിച്ചു. ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം മുടങ്ങിക്കിടന്നൊരു സംഭവം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും നിലവിളക്കൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നമ്മുടെ കൂടപ്പറപ്പുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനൊരു കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലൊക്കെ ഉള്ളൊരു സമയമുള്ള അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവർക്കും വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ നമ്മുടെ സമയം ഇങ്ങനെ ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ നമ്മളങ്ങനെ നടത്തിയല്ല. കാരണം ഇന്ന് തന്നെ നല്ലൊരു ഇതായതുകൊണ്ടാണ് ശ്രീകൃഷ്ണജയന്തി കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടാടേണ്ടത്. ഇപ്പോൾ പ്രസാദേട്ടനാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പ്രസാദേട്ടൻ. പിന്നെ നമ്മുടെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി കുട്ടീനെയൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടോ. നമുക്കിനി എന്താ വെച്ചാൽ ഇറങ്ങാനുള്ള സമയമായി തുടങ്ങിയിട്ട് കൂടുതൽ നേരമൊന്നുമില്ല. നമുക്ക് 3:30-4 മണിക്കാണ് നമ്മളവിടുന്ന് ഇറങ്ങാനുള്ള കണ്ടീഷൻ ആയത് കേട്ടോ.
അപ്പോൾ എല്ലാവരും എത്തിയിട്ട് ഗോപിക്കും കണ്ണനും എല്ലാവരും എത്തിയിട്ട് അങ്ങനെ മെയിൻ ഗോപിക്കും കണ്ണനും അവരും എത്തി. പിന്നെ നമ്മുടെ മെയിൻ ചെറിയ ചെറിയ ഗോപികമാരും കണ്ണന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കണ്ണന് എൻ്റെ കണ്ണൻ മാത്രം അവിടെ ഇല്ല കേട്ടോ. ആ കണ്ണനെ എടുത്ത് കൊണ്ട് നടക്കേണ്ടതായതുകൊണ്ട് ഓനെന്താ വെച്ചാൽ അവരെ കൂടെ നിൽക്കണില്ല. ഓന് എടുത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചറയാണ്. എങ്ങനെ നോക്കിയിട്ടും അവരെ കൂട്ടത്തിലൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ട് അത്യാവശ്യം ആളുകളുണ്ട്. നമുക്ക് 350 ആൾ നിലവിലുണ്ട് ഇട്ടെന്ന്. കൂടുതൽ ഇതൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിച്ചമാരുള്ള ആളുകൾ എന്തായാലും ഉണ്ട്. പക്ഷെ ഒന്നും കൂടി ഇതിപ്പോൾ കുറച്ച് ചെറിയൊരു ദിവസം കൊണ്ട് ഉണ്ടായ പ്ലാനിങ് ആയതുകൊണ്ട് നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നൊക്കെ പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി സെറ്റപ്പ് ആക്കി എടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വിചാരിച്ച അത്ര ആളുകൾ തന്നെ ഉള്ളൂ, അതിനത്ര ആളുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമോൻ എടുത്ത് നടക്കുക എന്നല്ലാതെ ഓനെക്കൊണ്ട് ഏതായാലും നടക്കണമൊന്നുമില്ല. ഓൻ താഴത്തേക്ക് ഇറങ്ങണമില്ല കേട്ടോ. ഓൻ കച്ചറ കളിച്ചിട്ട് അങ്ങനെ നടക്കുക തന്നെയാണ്. എന്താ കാട്ടുക, ഒരു കണ്ണൻ മാത്രം ഒക്കത്തും ബാക്കിയുള്ള കണ്ണന്മാരൊക്കെ ഗോപികുമാരൊക്കെ നടക്കുക കേട്ടോ. ഇവൻ മാത്രം ഒക്കത്ത് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള നമ്മളെ ഫ്ലോട്ടിൻ്റെ വണ്ടിയാണ്. ഫ്ലോട്ടിൻ്റെ വണ്ടി സാധാരണ എല്ലാ കൊല്ലം നമ്മൾ ഇതേമാതിരി റിവേഴ്സ് പോലാണ് പതിവ്. നമ്മൾ നിസാനായിട്ടാണ് സാധാരണ പോയില്ല. ഇപ്പോൾ ഇക്കൊല്ലം വലിയ വണ്ടി വേണ്ട പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ചെറുവണ്ടി ഉണ്ട്, വലിയ വണ്ടി വേണ്ട പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നാണ് അങ്ങനെ ചെറുവണ്ടി ആയതാട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ വണ്ടി നമ്മളെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായി. നമ്മൾക്ക് പറഞ്ഞതിന് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫ്ലോട്ടുമ്പോൾ നമ്മുടെ കണ്ണനെ കയറ്റി ഇരുത്തിയിട്ടോ. ആൾ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് വലിയ കുട്ടി ആയതുകൊണ്ടാണ്, ചെറിയ കുട്ടികളൊന്നും ഇരുത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് അത്രയും ഒരുപാട് ദൂരം പോകലട്ടെ. അങ്ങനെ ഒരു ചെട്ടിയങ്ങളർ അങ്ങാടി എത്തിയപ്പോൾ അടുത്ത വരവാഘോഷ കമ്മിറ്റീൻ്റെ കീഴിൽ അവരെല്ലാവരും ഇതേമാതിരി ഹോർലിക്സ് കൊടുത്തിരുന്നു കേട്ടോ. അവിടെ വന്ന എല്ലാവർക്കും കൊടുത്തിരുന്നു കേട്ടോ അങ്ങാടിയിൽ. പിന്നെ നമ്മുടെ പ്രതീക്ഷിക്കാതെ നമ്മുടെ കുറച്ച് എന്താ വെച്ചാൽ ആളുകൾ കുറവനും അല്ലാതെ കൂടുതൽ ആളുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. നമ്മൾ വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ ഇനി അടുത്ത കൊല്ലം ഇതിനേക്കാളും നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അങ്ങാടിയിലുള്ള നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ, ഓട്ടോ സ്റ്റാൻഡത്തെ ഓട്ടോ യൂണിയൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഇതേമാതിരി ലഡു വിതരണം ചെയ്യുന്നു കേട്ടോ. എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ടാണ്. അപ്പം നമ്മൾ ശോഭയാത്ര നമ്മൾ ഈ ഉള്ളേരിയയിൽ കൂടി ആയതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും സ്വീകരണങ്ങൾ ഒരുപാട് കിട്ടിയിരുന്നു. കാരണം നമ്മൾ ഈ ഉള്ളേരിയയിൽ കൂടി എന്താ വെച്ചാൽ റോഡിൻ്റെ ബ്ലോക്ക് മാർഗ്ഗം ഒഴിവാക്കാച്ചിട്ടാണ് ഉള്ളേരിയയിൽ കൂടി പോയത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ചുറ്റി പോകാൻ കാരണം നമ്മൾ മെയിൻ റോഡിൽ കൂടി പോകുമ്പോൾ ഒരുപാട് ചുറ്റി പോകുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊക്കെ കൂട്ടുകാരായിട്ട് നമ്മുടെ അങ്ങാടിയിലോടുന്നാണ്, ഓട്ടോയിലോടുന്നാണ്. അവരൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവർക്കും മിഠായി കൊടുക്കാനും ലഡു കൊടുക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ ഇറങ്ങേണ്ടത് നമ്മുടെ സർവീസ് സ്റ്റേഷൻ്റെ കൂടി തോട്ടുംകാഴ വഴിയാണ് നമുക്കിനി ഇറങ്ങാനുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചും കൂടി പോവാണ്ട് ഒരു എങ്ങനെയാലും 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കയറിപ്പോയാൽ കഷ്ടിച്ച് പോകണം, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പിന്നെ ഫ്ലോട്ട് ഫ്രണ്ട് വണ്ടി സാധാരണ ബാക്ക് തന്നെ പോകുന്നത്, നേരെ മുൻവശം തന്നെ കേട്ടോ വാപ്പ പോയത്. മറ്റേത് ചുറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കണം വണ്ടി. കാരണം ബാക്ക് വെച്ച് ഓടിച്ച് നമ്മളെ പെടൽ വേദന കൂട്ടും. അങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് ഇതാക്കുമ്പോൾ സാധാരണ എല്ലാ വണ്ടിയും റിവേഴ്സ് വണ്ടിയാണ് പോക്ക്. അപ്പോൾ ഞങ്ങളെ കണ്ടാൽ മാത്രം എൻ്റെ ഒക്കത്തും ഉണ്ട്, ഓളൊക്കത്തും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് അവളെ മാമനായിട്ടത്. ആ മാമനാണ്, മംഗലത്തുള്ളതാണ്, മാമനാണ്. മാമന് ഇന്നിപ്പോൾ മോനെ ഇവിടെ വേഷം കിട്ടിയിട്ടുണ്ട്, അപ്പു. അങ്ങനെ ഇവിടേക്ക് വന്നാട്ടെ അപ്പു. പിന്നെ നമുക്ക് ഇനി ഇപ്പം നമ്മൾ വക്കീൽപ്പടി എത്തി ഇനി നേരെ നമ്മൾ അമ്പലത്തിൻ്റെ റോഡിന് സർവീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ റോഡിനാണ് ഇറങ്ങാനുള്ളത്. അമ്പലത്തിൻ്റെ റോഡിന് ഇറങ്ങിയിട്ടാണ് നമുക്കിനി അങ്ങോട്ട് പോകാനുള്ളത് കേട്ടോ. മെയിൻ റോഡ് വഴി ഒഴിവാക്കാൻ വെച്ചിട്ടാണ്. മെയിൻ റോഡും കൂടി കൂടുതലായിട്ടുള്ളത് ഇത്രയും ആളുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം മോൻ അതിലിടയ്ക്ക് ഓളെടുത്ത് നിന്ന് ഇറങ്ങിയാണ് പിന്നീൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടാണ് കച്ചറയാണ്. അതിലിടയ്ക്ക് നമ്മൾ ചെട്ടിയണർ വരവാഘോഷ കമ്മിറ്റി തന്നെ എല്ലാവർക്കും വെള്ളം വണ്ടിയിൽ തന്നെ കരുതി വെച്ച്, അനൗൺസ്മെൻറ്റിൻ്റെ വണ്ടിയിൽ കരുതി വെച്ചിരുന്നില്ല, എല്ലാവർക്കും കൊടുത്തുട്ടാ. അവിടെ വന്ന് എല്ലാവർക്കും നടന്ന് ക്ഷീണിച്ച് ഇതാണ്ടല്ലോ വെച്ചിട്ട് എല്ലാവർക്കും വെള്ളം കൊടുത്തിരുന്നു. അപ്പോൾ അത് ആദ്യമോനും വാങ്ങിയിട്ട വെള്ളം. അങ്ങനെ നമ്മളെ ഘോഷയാത്ര ഏതാണ്ട് റഹ്മാനിയ കടന്നു. റഹ്മാനിയ കയറ്റം കയറിയിട്ട് റഹ്മാനിൽ നിന്ന് മുണ്ടിയെന്ന റോഡിന് കയറിയിട്ടാണ്. ഇനി കുറച്ച് ദൂരം ഏറിപ്പോയി 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ഇനിയുള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാ കണ്ണന്മാരും ഗോപികന്മാരും എല്ലാവരും വീട്ടുകാരൊക്കെ കുറച്ച് കയറ്റം കയറാനും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാവരും നടന്ന് ക്ഷീണിച്ചിന് കേട്ടോ. അപ്പം നമ്മുടെ ആൾ ബാക്കിൽ നിന്ന് നടന്ന് വരുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കുറേ നടന്ന് കുറേ ഇരുന്നു എന്നൊക്കെ ആയിട്ട് ലാസ്റ്റ് എടുത്തിട്ടൊക്കെ കൂടി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എത്തിയിട്ടോ എല്ലാവരും. പിന്നെ ശോഭയാത്ര അവിടെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് നിർത്തിയിട്ടോ. കയറ്റം കയറി വന്നാലോ വലിയൊരു കയറ്റം കയറാളെ റഹ്മാനിയിൽ നിന്ന് ഇങ്ങോട്ട്. ആ കയറ്റം കയറി ഇങ്ങോട്ട് വന്നേക്ക് ഒരു 5 മിനിറ്റ് നിർത്തിയതിന് ശേഷമാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഈ വരുന്ന എൻ്റെ കൂട്ടുകാരനാണ് സനീഷ് എന്ന് പറഞ്ഞ ആളാട്ടത്. അവൻ്റെ മോന് തവണ വേഷം കെട്ടിയിരുന്നു കേട്ടോ.
കഴിഞ്ഞ എല്ലാ കൊല്ലം കെട്ടലുണ്ട് കേട്ടോ. അവനിപ്പോൾ 4-5 വയസ്സോളമായി. അവനും എല്ലാ കൊല്ലം കെട്ടലുണ്ട്. നമ്മൾ ആദ്യമേ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മാത്രം കെട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. പ്രാവശ്യം എന്തായാലും കെട്ടി. ഇനി അടുത്ത പ്രാവശ്യം കെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൻ്റെ പൊട്ടിത്തെറിപ്പിനനുസരിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടലും കെട്ടാതിരിക്കലൊക്കെ കെട്ടാം. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇനിയും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. താഴത്തുനിന്ന് അങ്ങനെ കയറി ഇങ്ങനെ വരുന്നുള്ളൂ. അതാണ് ഇങ്ങനെ കൂട്ടം തെറ്റിയമാരിങ്ങനെ വരുന്നത്. കാരണം ഒക്കെ ഈ വലിയ കയറ്റം കയറിയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴും നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചൊരു ചുറ്റി വരാനുള്ളതല്ലേ. പിന്നെ കയറ്റം കയറി കഴിഞ്ഞതിന് ശേഷം വണ്ടി പിന്നെ തിരിച്ചിങ്ങാണ്ട് നേരെ ഫ്രണ്ട് തന്നെ ബാക്ക് തന്നെ പോരൽ തുടങ്ങിട്ടോ. പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം ദൂരമൊന്നുമില്ല. ആകെ 1 കിലോമീറ്ററല്ലേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് മുണ്ടേന്തറ അങ്ങാടിക്ക്. മുണ്ടേന്തറ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ എല്ലാ കൊല്ലം കരിങ്കപ്പാറിൻ്റെ വരെ ഇത് തുടങ്ങും. പക്ഷേ ശോഭയാത്ര തുടങ്ങൽ മുണ്ടേന്തറയ്ക്ക് നിന്ന് തുടങ്ങിയിട്ട് കരിങ്കപ്പാറ നായർവാടി പോയി വന്നിട്ട് കരിങ്കപ്പാറ സമാപിക്കലാണ് ചെയ്യൽ. പക്ഷേ ഇക്കൊല്ലം നമ്മൾ ഇവിടുന്ന് ചിറ്റയങ്ങാറിന്ന് തുടങ്ങിയിട്ട് മുണ്ടേന്തറ സമാപിച്ചു. അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം ഇതിലും ഉഷാറാക്കി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം ഫ്ലോട്ടൊക്കെ കൂട്ടി. ഇപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം നല്ല ഫ്ലോട്ടൊക്കെ 1-2 ഫ്ലോട്ടൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി ഒരു ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുണ്ടേന്തറ എത്തിയപ്പോൾ അവിടെ യുവ 3Gൻ്റെ ക്ലബിൻ്റെ മെമ്പർമാരൊക്കെ കൂടി നമുക്ക് എല്ലാവർക്കും ഒരു സ്വീകരണം തന്നിട്ടോ. അവിടെ ഇതേമാതിരി ഹോർലിക്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തിരുന്നു. അവരെന്താ വെച്ചാൽ അവരൊരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്ലബ്ബാട്ടോ അവിടെ ഉള്ളത്. അതേമാതിരി നമ്മൾ പിന്നെ തോട്ടുംകായ വഴി സർവീസ് സ്റ്റേഷൻ റോഡിന് തിരിഞ്ഞതായതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ക്ലബ്ബായ ഗാലക്സിൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ റൂട്ടിനെ തിരിഞ്ഞതുകൊണ്ടാണ് ഒന്നും ഇല്ലാതായി പോയത്. അത് പോട്ടെ, സാരമില്ല. നമുക്കതിൽ അടുത്ത കൊല്ലം നല്ല ഉഷാറാക്കാം. അപ്പോൾ നമ്മുടെ മുണ്ടിയന്തറ തറയാണ് ഇപ്പോൾ ഇതുള്ളത്. ആൽമരും തറയും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. പഴയ കാലത്തതാണ് ആട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നാണ്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വല്ലൊക്കെ ആട്ട് നടന്നിരുന്നു. അപ്പോൾ ഇനി നമുക്കെല്ലാവരും വന്നുകൊണ്ട് ഈ തറ ഇത് ശോഭയാത്ര പോയി വന്നതിൻ്റെ ശേഷം താഴത്ത് പോയി ചുറ്റി വന്നിട്ട് നമുക്ക് ഈ തറനെ വലം വെച്ച് വന്നതിൻ്റെ ശേഷമാണ് നമുക്ക് സമാപനമായിട്ടുള്ളത് കേട്ടോ. ഇവിടെ കുറച്ച് നേരം എന്തായാലും വരും. ഒരുപാട് സമയം ഇവിടെ ചിലവിടും. കാരണം ഇവിടെ എല്ലാവരും ഉണ്ടാവും. നമുക്ക് ഇവിടെ കുറച്ച് ഇതുണ്ടാവും. നമുക്ക് എന്താ പറയുക, ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഇതിനുള്ള വിവരണങ്ങളും കാര്യങ്ങളും പിന്നെ അതേമാതിരി എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ. ശ്രീകൃഷ്ണേന്തിൻ്റെ ഒരു കണ്ണൻ്റെ ജന്മദിനമായെന്ന് ശ്രീകൃഷ്ണേന്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ശ്രീകൃഷ്ണൻ്റെ ഇത് ജന്മദിനം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമുക്കൊരാൾ ഇന്ന് വന്നിട്ടുണ്ട്. ഒരു ഏട്ടൻ വന്നിട്ടുണ്ട്. ആ ഏട്ടൻ ഒരുപാട് പ്രസംഗിച്ചിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രീകൃഷ്ണേന്തിൻ്റെ കാര്യങ്ങളൊക്കെ അതേമാതിരി ഓരോ ഇതുണ്ടല്ലോ നമ്മുടെ കണ്ണൻ്റെയും രാധൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അവർ. പിന്നെ നമ്മളെ ഈ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ പ്രത്യേകിച്ച് തറ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പൂജ നടക്കുന്ന എല്ലാ സമയത്തും പൂജയും കാര്യങ്ങളൊക്കെ ആട്ട് വരെ നടത്തിയെന്നാണ്. ഇപ്പോൾ ഇടയ്ക്ക് നടക്കലുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവും, ഇല്ലായിരിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൊല്ലം ഇവിടെ ഇതേമാതിരി ഉത്സവവും കാര്യങ്ങളും ഇങ്ങനത്തെ ഈ ആഘോഷങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം നമ്മളെ ഈ തറയിൽ തന്നെ ചെന്നിട്ടാണ് അവസാനിക്കൽ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാ സമയത്തും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. പകൽ രാവിലെയും പിന്നെ വൈകുന്നേരം എന്തായാലും എന്നും വിളക്ക് കത്തിക്കാനും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മെയിനായിട്ട് അമ്പലമായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ ഉള്ളൂ. വലിയ അമ്പലമായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇതായിട്ടാണ് അവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ശ്രീകൃഷ്ണേന്തിന് നമ്മൾ ഫ്ലോട്ട് ഘോഷയാത്ര എല്ലാം അമ്പലം ചുറ്റിയിട്ട് വന്നു നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ സമാപനം ഒരുങ്ങിട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടോ. ഇനി നമുക്കെന്താ വെച്ചാൽ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഒരു ഏട്ടൻ വന്നിട്ടുണ്ട്. ആ ഏട്ടൻ എന്തായാലും കാര്യങ്ങളൊക്കെ മൊത്തം വിവരിച്ചിങ്ങാണ്ട് ഒരുപാട് നേരം പ്രസംഗിച്ചിട്ടോ. കാരണം കുറച്ച് നേരം മൂപ്പര് ഇതിനൊക്കെയായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാനും ഇതിനൊക്കെ പോകുന്ന ഒരാളാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ കുറേ നേരം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് കേട്ടിരിക്കാൻ ഭയങ്കര കൗതുകമായതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം കേട്ടൊക്കെ ഇരുന്നിട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും നടന്ന് ക്ഷീണിച്ചതിന് വരില്ല. അങ്ങനെ കുറേ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും എടുത്ത് കണ്ടഞ്ഞ് കുട്ടികൾ കൂടുതലായിട്ടും അവിടെ നടക്കാനൊന്നും പുല്ല് വെട്ടിയിട്ട സ്ഥലമാണ്. നമുക്കെന്താ വെച്ചാൽ അത് നല്ല കാലുമ കുത്തലൊക്കെ കൂടെ ആയിട്ടുള്ള അങ്ങനെ ഒരു പറമ്പാണ്. ഒന്നരാടെ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് കാര്യമായിട്ട് അവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ വൃത്തിയാക്കിന്ന് ഒരു സെറ്റാക്കിന്ന്. പക്ഷെ എന്താ വെച്ചാൽ ഇരിക്കാൻ കഴിയില്ല. പിന്നെ അതിലിടയ്ക്ക് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏട്ടൻ്റെ മക്കളാട്ടോ പ്രാർത്ഥന തുടങ്ങിയ ശ്രീമോളെ കൂട്ടുകാരത്തിയാണ്. അങ്ങനെ അവർ ഇതേമാതിരി മുൻകൂട്ടി പഠിച്ചു വെച്ച് തരുന്നു. അപ്പോൾ അതിന് ഓളെ കൂട്ടുകാരന്മാരെ കൂടുള്ളതൊക്കെ ഓരോ കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തികളൊക്കെ ചെറിയ അവരാ ലെവലിലുള്ള ആളുകളാട്ടോ കൂടുതലുണ്ടായിരുന്നത് അവിടെ കൂടുതൽ.
അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ആൾ വന്നിട്ട് നമ്മുടെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അവനെ ഒരുപാട് നേരം നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഒരുപാട് നേരം കുറേ നേരം സംസാരിച്ച് ക്ലാസ്സൊക്കെ എല്ലാവർക്കും സംസാരിച്ച് ഇതൊക്കെ മനസ്സിലാക്കി തന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, നമ്മൾ ശ്രീകൃഷ്ണൻ്റെ എന്താണെന്നുള്ളത് പങ്കെടുക്കുക എന്നല്ലാതെ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കും അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും വന്നു, അച്ഛനത് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കുറേ ആൾക്കാർ ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്, അവിടെ നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടോ. നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എന്താ വെച്ചാൽ നല്ല ഒരു ഒഴിഞ്ഞ ആംബിയൻസാണ്, നല്ല എപ്പോഴും നല്ല ഒരു എന്താ പറയുക കാറ്റും കാര്യങ്ങളും ഒക്കെ കൂടി. പിന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷം എന്ന് വെച്ചാൽ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ തീരെ മഴ പെയ്ത് അങ്ങനെ നമ്മളെ മുണ്ടിയാന്നറുള്ള എല്ലാവരും ഇതേമാതിരി അവലുംപൊതി കൊടുക്കാനുള്ള പരിപാടി. അവിടുത്തെ മുണ്ടിയാന്നറുള്ള വരവാഘോഷ കമ്മിറ്റിയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ അവലുംപൊതിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഒക്കെ ഏട്ടന്മാരനെ അവിടെയുള്ള ഏട്ടന്മാരനെ പുറത്തത്തെ ആരും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഓരോ പോണ ആളുകൾക്കും വീട്ടുകാർക്ക് 1, 2, 3 ആയിട്ട് പൊതി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഒരാൾക്കും കിട്ടാത്തതായിട്ട് വന്നിട്ടില്ല. കാരണം എങ്ങനെ നോക്കിയാലും നമ്മൾ വിചാരിച്ചാലും നമ്മൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതേമാതിരി അവലും ശർക്കരയും ഇതൊക്കെ കൂടി കുഴച്ചതാണിത്. നമ്മൾ എല്ലാവരും ഇതേമാതിരി കരിങ്ങിപ്പാറ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഇതേമാതിരി ഇതൊക്കെ വാങ്ങിയിട്ടില്ല നമ്മൾ വരില്ല. അതേമാതിരി ഇക്കൊല്ലം നമുക്ക് നമ്മളമ്പലത്തിൽ നമ്മളെ ഏരിയയിൽ അങ്ങനെ നമ്മളെ ഒരു നമ്മളെ ദേശത്തിൽ ഒരു ഉത്സവമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചു എന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലമായിട്ട് മുടങ്ങി കിടന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗോപികമാരും കണ്ണന്മാരും ഇതൊക്കെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി തന്നു കേട്ടോ. കുറേ വാടക സാധനങ്ങളും ഉണ്ട്, പിന്നെ നമ്മളതായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, വാടക സാധനവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ബാക്കിയുള്ള അവലും പൊതിയും കാര്യങ്ങളൊക്കെ പോണ വഴിക്കുള്ള റോട്ടുമ്മ കൂടി പോണ വണ്ടിക്കാരൊക്കെ വിളിച്ച് നിർത്തിയിട്ട് ഒരുവിധം സ്ലോ പോണ വണ്ടിക്കാരൊക്കെ കൈയാട്ടി നിർത്തിച്ചങ്ങാണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് കയറ്റം ഇറക്കൂടുള്ളൊരു വലിയൊരു നല്ല സ്പീഡ് പോണ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് തീരോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടിക്കാർക്ക് അത് തീരോളം അവർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ബാക്കി വെച്ചിട്ടുണ്ട് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, അതല്ല നമുക്ക് ഏറ്റവും വേണ്ടത് നല്ലൊരു കാര്യം. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടോ. ഒരു അവിടെ വന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം നമ്മളെ കയ്യിലുള്ള സാധനം തീരോളം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ചെട്ടിയണർ വരവാഘോഷ കമ്മിറ്റി നമ്മളെ മുണ്ടിയന്നറ വരവാഘോഷ കമ്മിറ്റിയും കൂടിയായിരുന്നു. നല്ല സജീവമായിട്ട് നമ്മുടെ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ഉഷാറായി കൊണ്ടാടാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു കൊച്ചു